ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AtoZMalayali മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഈവനിങ് സ്നാക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. പാലക് പനീർ ചീസ് പോക്കറ്റ്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കണം തോന്നും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണിത്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ പപ്സൊക്കെ വാങ്ങിക്കേക്കുന്നതൊക്കെ നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും ഈ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒന്ന് കണ്ടു നോക്കണം. എന്നിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുകയും വേണം. കുറച്ച് നമുക്ക് ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിന് ശേഷം നമുക്കിതിൻ്റെ മാവൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നല്ലൊരു ബൗളെടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഫസ്റ്റ് ഷുഗർ, പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിത് ഒരു 1 ടേബിൾ സ്പൂണോളം വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ബട്ടർ ഇതുപോലെ മെൽട്ടാക്കി വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതൊരു 50 ഗ്രാംസോളം ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഈ ഒരു ഗ്ലാസ് മിൽക്കാണ്, പാൽ. അത് നല്ല തണുത്ത പാലായിരിക്കണം. ഇനി നമുക്കിതിലേക്ക് ഫ്ലോർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ വെച്ച് നല്ലോണം കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് ബട്ടറിന് പകരം ഓയിൽ, വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് കുഴച്ചെടുത്ത് 1 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ആ മാവ് നല്ലോണം സോഫ്റ്റായി കിട്ടാൻ ആ ഒരു സമയം ഇതിനെടുക്കും കേട്ടോ. നമുക്കൊരു ഉച്ചക്ക് ഒന്ന് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ സ്നാക്സ്. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു അരമണിക്കൂറെങ്കിലും, 1 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം കേട്ടോ. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് ആണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഫസ്റ്റ് നമുക്ക് കുറച്ച് പൊടിയിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ പൊടിയൊന്ന് ഇട്ട് കൊടുക്കുക, കയ്യിലൊന്നും ഒട്ടാതിരിക്കാൻ വേണ്ടി. ഇനി ഇത് നമുക്കൊന്ന് കൈ വെച്ച് തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഇതുപോലെ ചെറിയ ഉരുളകളായി എടുത്തു മാറ്റാം. നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടത് വെച്ചാൽ ആ സൈസിൽ ഇതുപോലെ റൗണ്ടാക്കി ഉരുളകളായി മാറ്റാം. ഈ ഒരു സൈസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മാവ് ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഉരുളകളെല്ലാം ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ ചപ്പാത്തിക്ക് പരത്തൂലേ, അതുപോലെ പരത്തിയെടുത്താൽ മതി. ശരിക്കുള്ള റൗണ്ടൊന്നും പരത്തിയെടുക്കണമെന്നില്ല കേട്ടോ. ഇത് ഭയങ്കര മാവ് നല്ലോണം സോഫ്റ്റ് ആയതുകൊണ്ട് പരത്താൻ കുറച്ച് കഷ്ടമായിരിക്കും. കൈനമാതിരി റൗണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ പരത്തിയതിന് ശേഷം ഇതുപോലെ 2 എണ്ണം ആദ്യം പരത്തിയെടുക്കാം. ഇത് മാറ്റിയിട്ട് ഒന്നും കൂടി നമുക്ക് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ ബട്ടർ ഇതുപോലെ തേച്ച് കൊടുക്കണം. എല്ലാ സ്ഥലത്തും ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പരത്തിയതെടുത്ത് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കണം. ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ സൈഡിൽ നിന്നും ഇതിൻ്റെ മേലെ തിരിച്ചും നമ്മൾ ബട്ടർ തൂവിക്കൊടുക്കാം.
അതിന് ശേഷം ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മടക്കി വെക്കാം. മറ്റേ സൈഡിൽ നിന്ന് ഇതുപോലെ തിരിച്ചും ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് തിരിച്ചും ബട്ടർ ഇതുപോലെ തടവി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കി ഒന്നും കൂടി മടക്കി ഇതുപോലെ റോളാക്കി വെക്കുക. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഞാൻ ഒന്നും കൂടി ഇതുപോലെ കാണിച്ചു തരാം. അത്ര പാടൊന്നുമില്ല, നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ഇതുപോലെ പരത്തിയെടുക്കാറുണ്ട്, അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇതുപോലെ പരത്തി മാറ്റി വെക്കുക. ഒന്നും കൂടി ഇതുപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ ബട്ടർ തടവി കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് നമുക്ക് ബട്ടർ ഇതുപോലെ തടവി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കി കൊടുക്കുക. ഇനി അതിൻ്റെ മേലേക്ക് ഇതുപോലെ ബട്ടർ തടവി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലേക്ക് മടക്കി മടക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. അതൊരു 15 മിനിറ്റോളം അങ്ങനെ പരത്തി വെക്കാം. ഇതുപോലെ ഞാനെല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കുകയാണ്. ഫില്ലിങ്ങിന് ഞാനിവിടെ പാലക്ക് എടുത്തിട്ടുണ്ട്, ചീര, അതുപോലെ പനീർ, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഉപ്പ്, കുരുമുളക്, ഇത്രയാണ് വേണ്ടത്. ഫസ്റ്റ് കടായി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു പച്ചമുളക്, ഇത്രയും ഞാൻ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. ഇതിൽ വേറെ മസാല, മുളക്, മഞ്ഞൾ ഒന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. കുരുമുളക് പൊടിയും ഒരു ചെറിയ പച്ചമുളക് മാത്രമാണ് എരിവിന് ചേർക്കുന്നത്. എരിവ് ഇഷ്ടമുള്ള ഓർഡർ കുരുമുളക് തന്നെ കുറച്ചധികം ചേർത്താൽ മതി. ഇതൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പാലക്ക് ചീര ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. അതിനു മുമ്പേ സവാള അതും ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റി കൊടുക്കുക. ഉള്ളി ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് പനീറാണ് കേട്ടോ. പനീർ ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് പനീറാണ് കേട്ടോ. ഒരു സ്പൂണ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി. ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കാം. അത് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം മാത്രം നമുക്ക് പാലക്ക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ചെറുതായി അരിഞ്ഞത്. പാലക്കും പനീറും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ വറുത്തെടുത്താൽ. നല്ലോണം സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. പാലക്ക് വേഗം വഴറ്റി കിട്ടും. ഇനി ഇതിലേക്ക് ഉപ്പും കുരുമുളകൊക്കെ ചേർത്ത് വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് തണിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. തണിഞ്ഞതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചീസ്. പിന്നെ നമുക്ക് ഈ മടക്കി വെച്ച ഇതൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് പൊടിയിട്ടതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരു സ്ക്വയർ ഷേപ്പിൽ വേണം പരത്തിയെടുക്കുക.
ഇതുപോലെ സ്ക്വയറായി പരത്തിയെടുത്തതിന് ശേഷം ആ സൈഡിലെ തടിപ്പൊന്നും പോകുന്ന മാതിരി പരത്തി കൊടുക്കണം. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ 4 സൈഡിൽ നിന്നും ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇതുപോലെ 4 സൈഡിൽ നിന്നും ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ തിരിച്ച് വെച്ച് ഒന്നും കൂടി പരത്തി കൊടുക്കും. സ്ക്വയറായിട്ട് തന്നെ പരത്തിയെടുക്കുക. ഇതുപോലെ സ്ക്വയറായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ആ പാലക് പനീർ ചീസിൻ്റെ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നടുക്കായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ നടുവിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ ഇങ്ങനെ 4 സൈഡും ഇതുപോലെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. മറ്റേ സൈഡ് ഇതുപോലെ കൈവച്ച് നല്ലോണം ഒന്ന് കൈവച്ചിട്ട് തന്നെ ഇത് ജോയിൻ്റ് ആക്കി കൊടുക്കണം. ആ 4 സൈഡും നല്ലോണം മൂടി നിൽക്കുന്ന മാതിരി കൈവച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. വേണ്ടോ ആ മടക്കിയത് നല്ല ഷേപ്പിൽ അങ്ങനെ നല്ല സൂപ്പറായിട്ടുണ്ടാവും കാണാൻ തന്നെ. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കണം. അതിന് ശേഷം മേലെ ബട്ടർ തടവിട്ട് നമുക്ക് വെളുത്തയിലോ അല്ലെങ്കിൽ കറുത്ത ഇലയാലും സാരമില്ല മേലെ ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ മേലേക്ക് ഞാൻ വെളുത്ത എള്ളാണ് തൂവി കൊടുക്കുന്നത്. ഞാനിത് ബേക്ക് ചെയ്യുന്നത് ഓവനിലാണ് കേട്ടോ. ഫസ്റ്റ് ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഓവനില്ലാതെ ഒട്ടും വിഷമിക്കണ്ട കേട്ടോ. കുക്കറിൽ നമുക്ക് കേക്ക് വെക്കുന്ന മാതിരി തന്നെ ബേക്ക് ചെയ്തെടുക്കാം. നമുക്ക് കുക്കറിലും ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമുക്കൊരു 20 മിനിറ്റ് ഹീറ്റ് ചെയ്ത് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴേക്കും നമ്മുടെ പാലക് പനീർ ചീസ് പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഈവനിങ് സ്നാക്സാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുകയും വേണം കേട്ടോ. അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. Thanks for watching.